ആർടി ഓഫീസർ നല്ല ഉറക്കാണല്ലോ. ഗവൺമെന്റ് ഓഫീസാണ് പോലെ. നോക്കി മൊലാളി ആർടി ഓഫീസറെ, അസ്സലാം അലൈക്കും. നമസ്കാരം. അതായാലും മതി. ഞാൻ ഇത് ഇവിടെ കൊടുക്കണ സാധനം മേടിക്കാൻ വന്നേനി. എന്ത് സാധനം? ഇവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു സാധനം കൊടുക്കൂലേ? അതിന് പേരുണ്ട്, ലൈസൻസ്. ലൈസൻസ് കൊടുക്കുന്ന സ്ഥലം. എന്താ കാര്യം? ഞാനേ വണ്ടിയിൽ ഇങ്ങനെ പോവേനി. അപ്പൊ ഇങ്ങനെ പള്ളിന്റെ വളവിലെത്തിയപ്പോ ഒരു പോലീസുകാരൻ ഇങ്ങനെ ലിഫ്റ്റ് വെച്ചായിരിക്കും. ഞാനും അതാ വിചാരിച്ചേ, ലിഫ്റ്റ് വെച്ചേക്കുന്നത്. നിർത്തി കൊടുത്തു കയറിക്കോളിന്ന് പറഞ്ഞു പോലീസുകാരനോട്. അപ്പൊ എന്നോട് ഇറങ്ങടാന്ന്, എടാ പോടാന്ന് ഞാനെന്റെ ഇറങ്ങി കൊടുത്തു. ഒരു പോലീസുകാരനല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്തേന്ന് ചോദിക്കണ്ടേ? അപ്പൊ എന്നോട് എടുക്കടാ. എന്ത് ഇതുപോലെ തന്നെ ഞാനും ചോദിച്ചേ എന്തെന്ന്. ലൈസൻസ് എടുക്കടാ. എനിക്കുണ്ടത്. എനിക്കിത് പ്രസവത്തിലില്ലല്ലോ. ഉമ്മ എപ്പോഴും പറയാം എനിക്കൊരു ലൈസൻസ് ഇല്ലാത്ത കളിയാന്ന്. ഞാൻ പറഞ്ഞു പോലീസുകാർ അതിന്റെ അടുത്ത് ഇല്ല. ഇനിയിപ്പോ എന്താക്കും? ലൈസൻസ് ഇല്ലെങ്കിലേ വണ്ടിയുടെ സൈഡാക്കിട്ടോ എന്താ വിചാരിച്ച എന്റെ വാപ്പന്റെ മുതലാണ്ടാ റോഡ് 2 ചാട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചേ പൈസ എന്ത് വേണോ? പൈസ ഒന്നും വേണ്ട. പുണ്യാളച്ച പോലീസുകാരുടെ കൂട്ടത്തിൽ ചില നല്ല ആയിട്ടല്ല ഒരു പണ്ടാരടക്കാൻ ലൈസൻസ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞേ ഇതെഴുതാ കിട്ടാ. നമ്മള് പയ്യ 4ാം ക്ലാസ്സാ, നമ്മള് വല്ലാണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എഴുതാ കിട്ടാ. അപ്പൊ മൂപ്പര് ആർടി ഓഫീസ് പോയിക്കോ. ഞാൻ വണ്ടി വള്ളീനെ അവിടെ സൈഡാക്കിട്ടേ നേരെ ഇങ്ങോട്ട് പോന്നാ ഒരു 2-3 ലൈസൻസ് പോട്ടെ. 2-3 ലൈസൻസോ? ഒന്ന് പോകുമ്പോ വേറെ നിർത്തൂടെ? എടോ അങ്ങനെ വാരിക്കൊടി കൊടുക്കാൻ പറ്റില്ല. അത് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ചില പരീക്ഷകളൊക്കെ നടത്തി ചില പരീക്ഷണങ്ങളൊക്കെ നടത്തണം. മനസ്സിലായോ? ആർക്കാ പരീക്ഷ? ആർക്കാ ലൈസൻസ്? എനിക്ക്. പിന്നെ ആർക്കാ പരീക്ഷ? പരീക്ഷ ഞാൻ പയ്യ 4ാം ക്ലാസ്, അതുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് വരൂല. എന്ത് എഴുത്തും വായന ഒരു പ്രശ്നമല്ലോ. ഞാൻ കുറച്ച് സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, നീ അതിന് സാങ്കല്പികമായ ഉത്തരം പറയും. ചോദ്യോത്തരം മാത്രമേ. എന്താ പേര്? ആലി. ആലിക്ക് എന്താ ജോലി? ഞാൻ മീൻ കച്ചവടം. എന്താ മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചൊണ്ണൊക്കെ ഒരു ചെരുവ്. മീൻ കച്ചവടമാണോ ചോദിച്ചത്? മീൻ കച്ചവടം എന്ന് പറഞ്ഞപ്പോ ചെരുവുണ്ടായി. മീൻ കച്ചവടം വൈബ്രേഷൻ ഇട്ടാൽ ഒരിക്കലും. മിനിറ്റ്. ഹലോ ബഷീറാ? ബഷീർ എന്നെ പോലീസ് ഇടിച്ചടാ കമ്പനിയാ. ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നേരത്തെ തലക്കെട്ടല്ലോ ഉള്ളത്, ലൈസൻസ് ഇല്ലാന്ന്. പൈസ ഒന്നും കൊടുത്തിട്ട് പേടിച്ചില്ല. ഒരു പണ്ടാർക്കാലം പോലീസാ പിടിച്ചത്. ഞാനിപ്പോ എവിടെയാണുള്ളത്? പോലീസ് സ്റ്റേഷനിലല്ല, അത് കൊടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആടെയുള്ളത്. 2-3 ചോദ്യമൊക്കെ ചോദിക്കാനുള്ളൂ. എന്തൊരു തരാറിരിക്കണം മൂപ്പര്. അല്ല നമ്മളെ നാട്ടിലെല്ലാവർക്കും ഉണ്ടോ? അപ്പൊ അത് ബാബുവിനും സുക്കൂറിനൊക്കെ ഉണ്ടോ ലൈസൻസ്? ആർക്കെങ്കിലും ഇല്ലാത്ത എന്റെ മൊബൈലിലേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാവർക്കും ഉള്ളത് പഠിച്ച് അങ്ങോട്ട് വരാം. ഇനി ഓരോരുത്തർ ഇവിടെ നിങ്ങൾ അടങ്ങാക്കണ്ടേ? ഓർക്കൊക്കെ ഉണ്ട് പോലെ. എന്നാലേ ഈ കടപ്പുറത്തേക്ക് വിട്ടോ എനിക്കൊരു കൊട്ടം മത്തി എടുത്താൽ ഞാൻ അങ്ങോട്ട് വരാം. ഇൻഷാ അല്ലാ. കളി എന്തായി? സച്ചിൻ ഔട്ടായി. കണ്ടോ? സച്ചിൻ ഔട്ടായും പോലെ. സച്ചിനൊക്കെ ഇനി മീൻ പണിക്ക് പോവുകയാണ്. എന്റെ പണി കഴിഞ്ഞോ? ചോദ്യത്തിലേക്ക് കടക്കാം. അങ്ങോട്ട് വാ. അത് ശരി, ഇത്ര നേരായി കളിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ആളില്ലാത്ത ഒരു ലെവൽ ക്രോസ്. എടോ സങ്കല്പാണ്, വിചാരിക്കാനുള്ളതാണ്. ഇനി ചോദിക്കുന്നൊക്കെ സങ്കല്പായിരിക്കും. മനസ്സിലാക്കണം. ആളുമില്ല, ഗേറ്റുമില്ല, റെയില് മാത്രം അങ്ങനെ കിടക്കുക. ആ റെയിലിൽ നീ 2 വീലർ ക്രോസ് ചെയ്യുമ്പോ ഈ റെയിലിന്റെ സെന്ററിലെത്തി നിന്റെ വണ്ടി അങ്ങ് ഓഫായി പോയി. എടോ സങ്കല്പത്തിൽ ഓഫായി. വണ്ടി ഓഫായി മാത്രമല്ല, വണ്ടി ലോക്കായി പോയി. 12:45 ഡ്രൈവറും 12:43 വണ്ടി ലോക്കായി. 2 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട്. വാട്ട് ക്യാൻ യു ഡു? അല്ല, ഈ വണ്ടി ഓഫാലൊക്കെ സാധാരണ. വണ്ടി ഓഫായി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? ക്ലച്ചും കൂടി പിടിച്ചിട്ടേ ഇങ്ങനെ ഉന്തിയൊരു ഭാഗത്തോടെ കൊണ്ട് ക്ലച്ച് പിടിച്ച് ഉന്തിയൊരു ഭാഗത്ത് കൊണ്ടുവെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ വണ്ടി ലോക്കായി പോയി. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യാൻ പറ്റും. എന്നോടാ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പോണ്ടി വരും. വണ്ടി ഇവിടുന്ന് ലോക്കാണ്. വീട് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും. 8 കിലോമീറ്റർ. അടുപ്പ് ശശിനെ വിളിക്കും. വണ്ടിക്ക് എന്ത് കുഴപ്പം വന്നാൽ ശശിന്റെ അടുത്താ കൊടുക്കുക. ഓൻ കണ്ടീഷനായി പണിയെടുക്കും. ശശിനെ വിളിച്ചോണ്ട് ഞങ്ങൾ നന്നായി ചായ ഒക്കെ കുടിച്ച് 2 കൂടി വന്ന് ആക്കം പോലെ വണ്ടി എടുത്ത് പോയി കുളിച്ച് കിടന്നുറങ്ങി ഭാര്യക്ക് ഒരു ഉമ്മയെ കൊടുത്തിട്ട് പോരുകയാണ്. അപ്പോഴേക്കും വണ്ടി കൊണ്ട് എന്റെ വണ്ടി അങ്ങോട്ട് പോടോ. ഏത് വണ്ടി? നമ്മുടെ വണ്ടി. നമ്മളെ തീവണ്ടി. നമ്മളെ ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി. ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി സമയത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പറിച്ചു വന്ന് 4 മണിക്കൂർ ലേറ്റ് ആണ്. ഇനിയിപ്പോ നമ്മളെ ജപ്പാന്റെ വണ്ടിയിട്ട് പാളം തെറ്റി വരേണ്ടി വരും നമ്മളെ റൂട്ടിന്. എന്നോട് ഇതൊന്നല്ല, കുറച്ച് ടഫുള്ള ചോദിക്കേണ്ടി വരും. അല്ലാണ്ട് ടഫാവില്ലേ? തുപ്പിലിരിക്കുന്നുണ്ട്. ടഫ് തിരി കുറച്ചാൽ ടഫ് ലേശം കുറയ്ക്കാം. വളരെ തിരക്ക് പിടിച്ചൊരു ടൗണ് കോഴിക്കോട് മിഠായി തെരുവ്. ഈ കോഴിക്കോട് മിഠായി തെരുവിൽ നീ ഒരു പെരുന്നാൾ തിരക്കില് നീ നിന്റെ 2 വീലർ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്റെ പിറകിൽ ഒരു ആന. എവിടെ? എടോ സങ്കല്പാണ്. ഒരാന നിന്റെ വണ്ടീന്റെ ബാക്കിൽ മതൊക്കെ പൊട്ടിട്ട് ഇങ്ങനെ ചിന്നൊക്കെ വിളിച്ചിങ്ങനെ തൊട്ടില്ലാന്ന് പറഞ്ഞു വരിക. എന്ത് ചെയ്യുന്ന ചോദ്യം? ഞാനോ? ആന മതം പൊട്ടിട്ടൊക്കെ. ആന മതം പൊട്ടി വരിക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണ് എന്താക്കും? ഞാനാ എന്റെ അല്ല നിന്റെ ബുദ്ധി പരിശോധിക്കാനാ. ആനയായതുകൊണ്ടാ മുട്ടായിത്തേര് പോയി പോയി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പെരുന്നാത്തിരക്കിനുള്ളിൽ മലയാളി ഇപ്പൊ എന്റെ ഒരു 2 വീലർ മാത്രമൊന്നല്ലോ എന്റെ തന്നെ പണ്ടാരടക്കാൻ ഈ ആന എന്റെ പുറത്ത് തന്നെ എങ്ങനെ വരുന്നത്? അതിന് വേറെ 2 വീലറൊക്കെ ശരിയായിട്ട് ചോദ്യത്തിലേക്ക് കടക്കുക. ലൈസൻസ് തരണോ തരണോ തീരുമാനിക്കേണ്ടി വരും. ശ്രദ്ധിച്ച് കേട്ടോളൂ. വയനാട് ചുരം ഇവിടുന്നൊക്കെ പോയോ?
എടോ വയനാട് ചുരം സങ്കല്പാണ്. ശരി. മനസ്സിലായോ? ഈ വയനാട് ചുരം ഇറങ്ങി നീ നിന്റെ കാറിൽ ഇങ്ങനെ വയനാട് ചുരം ഇറങ്ങി വരിക. അല്ല കാറോ? കാറ് ടൂ വീലർ ഒക്കെ പോയി. സങ്കല്പാണ്. ഇന്നോവ ആയിക്കോട്ടെ. ഈ വയനാട് ചുരം ഇറങ്ങി നീ നിന്റെ ഇന്നോവയിൽ ഇങ്ങനെ വരിക. അല്ല ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് വരിക. എപ്പോഴാ അങ്ങോട്ട് പോയി? സങ്കല്പാണോ അത്? വയനാട് ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. ഒരു 100-160 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് വരികയാണ്. 160 പോണം. സങ്കല്പത്തിൽ എത്ര സ്പീഡിലും പോവാം. 100-160 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് പൊടിച്ചു ഇങ്ങനെ വരികയാണ്. കത്തിച്ച് കോട ഇറങ്ങിയിട്ടുണ്ട്. കോടാന്ന് പറഞ്ഞാൽ മഞ്ഞാണോ? കത്തിച്ച് പിടിച്ച് പൊടിപാറ്റി 100-160 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് എന്താണ് പൊടിപാറ്റി 100-160 സ്പീഡിൽ ഇങ്ങനെ വയനാട് ചുരം ഇങ്ങനെ പൊടിപാറ്റി ഇങ്ങനെ വന്നോ. എന്റെ വണ്ടിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയിണ്ടോ അല്ലേ? എന്നെ മനസ്സിലായി. ഇത് മനസ്സിലാക്കപ്പോ 10ാം ക്ലാസ് പാസ്സാവൊന്നും വേണ്ട. കാളവാലും എന്തിച്ചാൽ അറിയാം പത്താനാന്ന്. അപ്പോഴെ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ ഒലക്കമല പോക്ക് പോരുതെന്ന് അല്ലേ? 160 പണ്ടാറക്കണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ? അല്ലേയോ? വണ്ടിന്റെ ബ്രേക്ക് അല്ല വണ്ടി തന്നെ പോയി പോകും. അമ്മ അലാക്കിലെ പോക്ക് അങ്ങനെ പോയത്. നിങ്ങൾ അറിയാം ആർ ടി ഓഫീസറാക്കി നിങ്ങൾക്ക് ലൈസൻസ് കിട്ടോ? വണ്ടിന്റെ മിണ്ടരുത്. ഇനി അഥവാ വണ്ടിന്റെ ബ്രേക്ക് പോയാലേ പുല്ലുകൂടത്തിലൊക്കെ വാഴത്തോട്ടുണ്ടാവൂലേ? ഇനിയിപ്പോ എന്താക്കൂ? ചോദിക്കാം. അല്ല നല്ല പോലെ ഇന്റെ പോലെ വന്നുകൊണ്ടിരിക്കാൻ മനുഷ്യ അതിന്റെ ഇടയ്ക്ക് ബ്രേക്കും പോയി നിൽക്കുന്നുണ്ടല്ലേ? വെട്ടിയുണ്ട പന്നീന്റെ നിൽക്കുക. ഇത് അവസാനത്തെ ചോദ്യം. ഇതിലേക്ക് കിട്ടുമോ? തീരുമാനിക്കൂ. തരണോ തീരുമാനിക്കുള്ളൂ അല്ലേ? ലൈസൻസ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഉത്തരം ഞാൻ പറഞ്ഞു പറയാം. വയനാട് ചുരത്തിന് ഇന്നോവ കാർ ബ്രേക്ക് ഇല്ലാണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. 160 സ്പീഡിൽ ഇങ്ങനെ സങ്കല്പത്തിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന എന്റെ കാറിന് പെട്ടെന്ന് ബ്രേക്ക് വന്നു. എന്താ വന്നാല് മിണ്ടരുത് പറഞ്ഞു കഴിഞ്ഞില്ല. ബ്രേക്ക് വന്നപ്പോ ഞാൻ കൂളായിട്ട് ബ്രേക്ക് അവിടെ ചവിട്ടി. വണ്ടി കൂളായിട്ട് അവിടെ നിന്ന് ഞാൻ ഡോർ അടിച്ച് ഞാൻ ഡോർ തുറന്ന് ഞാൻ കഴിച്ചില്ലായി. എന്തേ എന്താ ഓന്ത് കളിക്കുമ്പോൾ കളിക്കണം? എന്തേന്ന് ബ്രേക്ക് പോയ കാറിന് എങ്ങനെയാണോ ബ്രേക്ക് വരിക? അല്ല എന്താ വന്നാല് ബ്രേക്ക് പോയ കാറിന് എങ്ങനെയാണ്? അല്ല മുതലാളി എന്താ വന്നാലും ആർട്ട് ഓഫീസറെ നോക്കല തെറിപ്പിച്ചാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വന്നപ്പോ മുതൽ എന്നോട് തുടങ്ങിയതാ സങ്കല്പിക്ക്. ഇത് അങ്ങോട്ട് സങ്കല്പിച്ച് നോക്കി മനുഷ്യ. സച്ചിൻ മീൻ വിൽക്കാൻ പോണോ? കുറച്ച് കൂടി പോയേട്ടോ. തോമസ് കുട്ടി വേഗം വിട്ടോളി എന്നുള്ള ഡയലോഗ് ഉഷാറായിട്ടുണ്ടല്ലോ. ഇൻട്രോയിൽ സൂപ്പർ ടാലന്റ് ഇടവേളയ്ക്ക് ശേഷം തുടരും.